വരുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പൈസയൊക്കെ ചിലവാക്കി. ഇപ്പോൾ മന്ത്രി വരില്ല തന്നെ പറയുന്നു. ഇല്ലല്ലേ, മെസ്സി ഒറ്റയ്ക്ക് ഉറപ്പാ. മെസ്സി അങ്ങനെ തന്നെയാണ്. പൈസ വാങ്ങിയാൽ പിന്നെ പോയതാ. സത്യാവസ്ഥ എന്നപ്പോൾ നമുക്കറിയില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ പറയാ, വരുന്ന കുറേ പ്രതീക്ഷിച്ചിരുന്നു, കാണണമെന്നൊക്കെ ഉണ്ടിരുന്നു. പക്ഷേ എന്തോ കാണാൻ പറ്റില്ല. നല്ല ആഗ്രഹം ഉണ്ട് മെസ്സിനെ കാണാൻ, നഷ്ടപ്പെട്ട്. മന്ത്രി വേണമെന്ന് നോക്കണ്ടല്ലോ, മെസ്സിനെ ആരല്ലേ, മെസ്സിൻ്റെ സേഫ്റ്റിയാണ് മെസ്സി നോക്കുക. അപ്പം അങ്ങനെ ആക്കി ഗ്രൗണ്ടില്ല. ഒന്നാമത് കൊച്ചി സ്റ്റേഡിയൊക്കെ പൊളിയാനായിരിക്കും. ആ അവസ്ഥയിൽ അത്രയും കാര്യങ്ങളും താങ്ങാനുള്ള ശേഷിയില്ല സ്റ്റേഡിയത്തിന്. നിരാശ വരാത്തത് നിരാശ തന്നെയാണ്. പിന്നെ അതിൻ്റെ കാരണങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. ഏതൊക്കെ റൂട്ടിലാണ് അവർ സഞ്ചരിച്ചത്, അത് കിട്ടുമോ എന്നുള്ളത് നമ്മളറിയുന്ന കാര്യമല്ല. വന്നിരുന്നെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായിരുന്നു. അർജന്റീന പോലത്തെ ഒരു ടീമൊക്കെ കേരളത്തിൽ വന്നാൽ വളരെ നന്നായിരുന്നു. നഷ്ടം തന്നെയാണ്, നമ്മൾക്ക് നഷ്ടം തന്നെയാണത്. ഭയങ്കര നിരാശയായി പോയി മെസ്സി വരാതെ. മെസ്സി വന്ന അടിപൊളിയായേനെ. ടീമിനൊക്കെ കാണാൻ ഇതുണ്ടായിരുന്നു, ടീമിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ ഏതൊക്കെ റൂട്ടിലാണ് അവർ സഞ്ചരിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. ഇത് മൊത്തം കേൾക്കുമ്പോൾ ഈ രാവണൻകോട്ടയിൽ റൂട്ട് വരിക്കുമല്ലോ. ഇത് പുറത്തേക്കും ചാടാൻ പറ്റില്ല, അകത്തേക്കും കയറാൻ പറ്റാത്ത അവസ്ഥയിൽ കുടുങ്ങിപ്പോയതുപോലെയായി. എന്തായാലും മെസ്സിയെ തേടിയുള്ള യാത്ര. ഇനി മെസ്സി നന്നായി മറ്റു രാജ്യങ്ങളിലൊക്കെ കളിച്ച് നമുക്ക് ആ ആഘോഷമൊക്കെ കണ്ട്, ആ ഗോളടിയൊക്കെ കണ്ട് ആസ്വദിക്കാം.